പ്രവാചകൻ മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് മക്കയിലെ ഹിറാ ഗുഹയിൽ വെച്ചാണ്. ഹിറാ ഗുഹയിൽ ചിന്താഭഗ്നനായിരിക്കെ ജിബ്രീൽ മാലാഖ പ്രവാചകന് ദൈവവചനത്തിന്റെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നതോടെയാണ് ഖുർആനിന്റെ അവതരണത്തിന് തുടക്കമായത്. ചരിത്രപ്രസിദ്ധമായ ഹിറാ ഗുഹ ഇപ്പോഴും മക്കയിൽ കാണാൻ സാധിക്കും. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള നൂർമലയുടെ മുകളിലാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിച്ച ഹിറാ ഗുഹ. 642 മീറ്ററാണ് മലയുടെ ഉയരം. 1.5 മണിക്കൂറിലേറെ സമയം വേണം മലയുടെ മുകളിലെത്താൻ. ചെങ്കുത്തായ വഴിയിലൂടെ മുകളിലെത്തി 20 മീറ്റർ താഴോട്ടിറങ്ങിയാലേ ഗുഹയിലെത്താൻ സാധിക്കൂ. 2-3 പേർക്ക് മാത്രം കയറാൻ സാധിക്കുന്ന ചെറിയ ഇടം മാത്രമാണ് ഗുഹ. മക്കയിലെ തൻ്റെ ചുറ്റുമുള്ള ജീവിത സാഹചര്യത്തിൽ മനമെടുത്ത് ഏകാന്തരായിരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. ഏകാന്തമായ ഇരുത്തവും തിരിച്ചുപോക്കും 3 വർഷത്തോളം നീണ്ടു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് 40-ാം വയസ്സിൽ ജിബ്രീൽ മാലാഖ ദൈവവചനമായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഖുർആനിന്റെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തൻ്റെ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും അവസ്ഥയോർത്തുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ധ്യാന നിമഗ്നനാവുക പതിവായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത് ഈ ഹിറാ ഗുഹയായിരുന്നു. ഹിറാ ഗുഹയിൽ നിന്നും ഖുർആനുമായി പുറത്തിറങ്ങിയ പ്രവാചകൻ പിന്നീട് ജബലന്നൂറിലേക്ക് തിരിച്ചു പോയിട്ടില്ല. പുണ്യസ്ഥലമല്ലെങ്കിലും ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയ ഹിറാ ഗുഹ സന്ദർശിക്കാൻ മക്കയിലെത്തുന്ന ഓരോ വിശ്വാസിയും ശ്രമിക്കാറുണ്ട്. മക്കയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1.